ചുംബനം ഒരു അടയാളം. രചയിതാവ് റോബി ജോൺസൺ. അവതരണം ഏബിൾ മേരി റോബി. അദ്ധ്യായം 4. മകനായി കരുതി വെച്ചൊരു ചുംബനം. യാക്കോബ് എന്ന മനുഷ്യന് അഭിമാനിക്കാനും അഹങ്കരിക്കാനും നിരവധി കാരണങ്ങളുണ്ട്. പണ്ടൊരു സന്ധ്യയ്ക്ക് വീട് വിട്ട് ഓടിയവൻ തിരികെ വന്നത് വൻ സമ്പത്തിൻ്റെ അകമ്പടിയോടെയാണ്. സ്നേഹിച്ച പെണ്ണിനെ കഠിനാധ്വാനങ്ങൾക്കൊടുവിൽ സ്വന്തമാക്കിയതാണ്. പിതൃസ്വത്തിൻ്റെ പിൻബലമില്ലാതെ സ്വന്തം അധ്വാനത്തിലും മനോധൈര്യത്തിലും നേടിയതൊക്കെ കൂടെയുണ്ട്. എന്നാലും ജീവിതത്തിലേറ്റ തിരിച്ചടികൾ ഈ വൃദ്ധനെ വല്ലാതെ തളർത്തിയിരിക്കുകയാണ്. 20 വർഷത്തെ കഠിനാധ്വാനം തകർത്ത ആരോഗ്യവും ശരീരവും, സ്നേഹിച്ച് സ്വന്തമാക്കിയ ഭാര്യയുടെ അകാല മരണം, ആ ഭാര്യയിൽ ജനിച്ചതും താൻ ഏറ്റവും സ്നേഹിച്ചതുമായ മകൻ്റെ തിരോധാനം, മകൻ്റെ ജഡം പോലും കാണാൻ കഴിയാത്തതിൻ്റെ നീറ്റൽ, ഏക മകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടവളും ഭർത്താവ് കൊല്ലപ്പെട്ടവളുമായി കഴിയുന്ന ദുർഗതി, അഭിമാന നേട്ടങ്ങളൊന്നും ആസ്വദിക്കാനാകാതെ ദുഃഖത്തോടെ പാതാളത്തിലേക്കിറങ്ങുന്ന ദിനം കാത്തു കഴിയുകയാണ് യാക്കോബ്. മനുഷ്യൻ്റെ ഓരോ അവസ്ഥകളെ. അങ്ങനെയിരിക്കെ ആ വാർത്ത എത്തി. മരിച്ചു എന്ന് കരുതിയ മകൻ മിസ്രൈം എന്ന മഹാസാമ്രാജ്യത്തിൽ രണ്ടാമനായി വാഴുന്നു. മരവിച്ച മനസ്സുമായി മരിക്കാൻ കൊതിച്ച വൃദ്ധനിലേക്ക് 1000 കുതിരശക്തിയിൽ ജീവിക്കാനുള്ള കൊതി ഊർജപ്രവാഹം സൃഷ്ടിച്ചു. മരിക്കും മുമ്പേ അവനെ പോയി കാണണം എന്ന് പറഞ്ഞൊരു യാത്ര. ആ യാത്ര ഗോഷ്യൻ പ്രദേശത്ത് എത്തുമ്പോൾ പ്രതാപിയായ മകൻ സ്വീകരിക്കാനെത്തുന്നു. അപ്പൻ മകനെ കെട്ടിപ്പിടിച്ച് ഏറെ നേരം കരഞ്ഞു. ഞാൻ ഇപ്പോൾ തന്നെ മരിച്ചാലും വേണ്ടില്ല, വൃദ്ധ അധരങ്ങൾ പുലമ്പിക്കൊണ്ടേയിരുന്നു. യോസേഫ് പല നിലകളിലും ആദർശ കഥാപാത്രമാണ്. പക്ഷേ മകൻ എന്ന നിലയിൽ വിലയിരുത്തപ്പെടുമ്പോൾ അത്ര ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വമല്ല. കഷ്ടതകളുടെ കാലം കഴിഞ്ഞ് മിസ്രൈം സാമ്രാജ്യത്തിലെ അധിപതിയായി ചുമതലകളിൽ വ്യാപൃതനായി ജീവിച്ച കാലത്ത് അവൻ അപ്പനെ ഓർത്തില്ല. അവൻ വിവാഹിതനായി ക്ഷാമകാലത്തിനു മുമ്പേ 2 കുട്ടികളുടെ അച്ഛനായി. ഈ കാലത്തൊന്നും അവൻ അപ്പനെ അന്വേഷിച്ചില്ല. അന്വേഷിച്ചാൽ കണ്ടെത്താൻ പ്രയാസവുമില്ലായിരുന്നു. യോസെഫിൻ്റെ മനോഭാവം ആദ്യജാതൻ ജനിച്ചപ്പോൾ നടത്തിയ പ്രസ്താവനയിൽ വ്യക്തം. എൻ്റെ കഷ്ടതയും എൻ്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി. അവനൊക്കെ മറക്കാൻ ശ്രമിച്ചെങ്കിലും ഞാൻ അവനെ പാതാളത്തിൽ പോയി കാണും എന്ന് പറഞ്ഞ് അപ്പൻ ദിനം കാത്ത് കഴിയുന്നു. അപ്പൻ ഒരിക്കലും തന്നെ അന്വേഷിച്ച് വന്നില്ലല്ലോ എന്നാണ് യോസേഫ് ചിന്തിച്ചത്. എങ്കിൽ കാട്ടുമൃഗം തിന്നുപോയ മകൻ്റെ രക്തം പുരണ്ട വസ്ത്രം അപ്പൻ്റെ കയ്യിലെത്തിയെന്ന് അവൻ അറിഞ്ഞില്ലല്ലോ. ഇതൊക്കെ ദൈവത്തിൻ്റെ തിരക്കഥ എന്ന് പറയാമെങ്കിലും അപ്പൻ്റെ മനസ്സും മകൻ്റെ മനസ്സും തമ്മിലുള്ള അന്തരം പഠനാർഹമാണ്. മാതാപിതാക്കൾ വാർദ്ധക്യത്തിൽ മക്കളുടെ സാന്നിധ്യം കൊതിക്കുന്നു. മക്കൾ അത്രയൊന്നും ചിന്തിക്കാറില്ല. ജീവിത പ്രശ്നങ്ങളും തൊഴിൽപരമായ ഉത്തരവാദിത്വവും വീർപ്പ് മുട്ടിക്കുമ്പോൾ ഒന്നും ഓർക്കുന്നില്ല. അഥവാ ഓർത്താലും ഒരു നിർവികാരത. ജീവിതത്തിലെ സകല സുഖങ്ങളും കുടുംബത്തിനു വേണ്ടി ത്യജിച്ച ഒരുപാട് അപ്പന്മാരും അമ്മമാരുമുള്ള നാടാണിത്. ആരോഗ്യം നോക്കാതെ മക്കളെ ഒരു കരപറ്റിക്കാൻ ശരീരവും രക്തവും അപ്പവും വീഞ്ഞുമാക്കിയ ബലിമൃഗങ്ങൾ. ചോറ് തിന്നാൻ ഗതിയുണ്ടായിട്ടും കഞ്ഞി കുടിച്ചും, കഞ്ഞി കുടിക്കാൻ ഗതിയുണ്ടായിട്ടും കഞ്ഞി വെള്ളം കുടിച്ചും മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി മുണ്ടു മുറുക്കിയെടുത്ത പാവങ്ങൾ. തന്നിഷ്ടപ്രകാരം ജീവിച്ച് മക്കളുടെ അപ്പം കൂടി തിന്ന് സുഖിച്ചവരെ പറ്റിയല്ല, മക്കൾക്കു വേണ്ടി ഓരോ ദിവസവും യാഗമായവരെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അവർ കുറച്ച് ദയ അർഹിക്കുന്നില്ലേ? അയൽക്കാരുടെയും വേലക്കാരുടെയും ഔദാര്യം കൊണ്ട് കഴിയുമ്പോഴും വിദേശത്തുള്ള മക്കളുടെ തിരക്കിനെപ്പറ്റിയും സ്വത്തിനെപ്പറ്റിയും അഭിമാനത്തോടെ വാതോരാതെ പറയുന്ന ചില വൃദ്ധ മാതാപിതാക്കളുണ്ട്. കേൾവിക്കാരുടെ പുച്ഛം അവരറിയുന്നില്ലല്ലോ. വിദേശത്തോ സ്വദേശത്തോ ഒക്കെയായി കോടികളുടെ ആസ്തിയും ഉയർന്ന വരുമാനവുമുള്ള മക്കൾക്ക് വേണ്ടി വാർദ്ധക്യത്തിലും സമ്പാദിക്കുന്ന മാതാപിതാക്കളുണ്ട്. പെൻഷനും റബ്ബർ വിറ്റ കാശും ഒക്കെ ബാങ്കിലിടുകയാണ് മക്കൾക്ക് വേണ്ടി. അതേസമയം വീട്ടിൽ ജോലിക്ക് വരുന്നവർക്ക് കൂലി കൊടുക്കാൻ ഇപ്പോഴും മടി. പട്ടിണിക്കാരനൊരു ചെറു സഹായമോ ദരിദ്രരുടെ മക്കൾക്കൊരു പഠന സഹായമോ ഒന്നും കൊടുക്കില്ല. നിധി കാക്കുന്ന ഭൂതങ്ങൾ. മക്കൾക്കും ഇത്തരക്കാരോട് പുച്ഛം തന്നെ. മാനസാന്തരം മാതാപിതാക്കൾക്കും വേണം. മക്കളും ചിന്തിക്കണം. അവധിക്കാല ഉല്ലാസത്തിന് ചെലവഴിക്കുന്ന പണവും സമയവും പോരെ? അല്ല, അതിലും കുറവ് പോരെ നാട്ടിലെത്തി അപ്പനെയും അമ്മയെയും കാണാൻ? കുറച്ച് ചൂടും കൊതുകടിയും ഒക്കെ ഉണ്ടെങ്കിലും മക്കൾ ബ്ലഡി കൺട്രി എന്ന് പറയുമെങ്കിലും വരണം. പെറ്റ്സിന് ചെലവഴിക്കുന്ന പണം മതി മാതാപിതാക്കളെ അന്തസ്സായി പോറ്റാൻ. വിദേശ മലയാളികളിൽ ഭൂരിഭാഗവും നാട്ടിലേക്കുള്ള വിമാന ടിക്കറ്റിൻ്റെ ചെലവ് രൂപയിലാണ് കൂട്ടുന്നത്. മറ്റ് ആവശ്യങ്ങൾക്ക് യൂറോയിലും ഡോളറിലും ചെലവഴിക്കാം. പ്രയാസമൊന്നും തോന്നാറില്ല. ഇത് മാത്രം ഗുണിച്ച് രൂപയിലാക്കിയിട്ട് ലക്ഷങ്ങളുടെ ചെലവ് ഓർത്തിട്ട് യാത്ര തന്നെ വേണ്ടെന്ന് വെക്കും.
കടുത്ത വേനലിലെ മഴ പോലെയാണ് വൃദ്ധ മാതാപിതാക്കൾക്ക് മക്കളും കൊച്ചുമക്കളുമൊക്കെ വരുന്നത്. അത് കൊതിക്കുന്നത് ഒരു കുറ്റമാണോ? അന്ത്യന്യായവിധി നാളിൽ അപ്പനെയും അമ്മയെയും അവസാന കാലത്ത് ശുശ്രൂഷിച്ച സാക്ഷികളുടെ കൂട്ടം കണ്ട് ഭയപ്പെടേണ്ടി വരരുത്. യാക്കോബിൻ്റെ കണ്ണുനീർ യോസെഫിൻ്റെ തോളിലൂടെ ഒഴുകുകയാണ്. പണ്ട് തിരിച്ചായിരുന്നു. കരയുന്ന യോസെഫിനെ തോളിലിട്ട് നടക്കുന്ന യാക്കോബിൻ്റെ തോളിലൂടെ യോസെഫിൻ്റെ കണ്ണീരൊഴുകും. ഇതുപോലെ വൃദ്ധ മാതാപിതാക്കളുടെ കുറേ ആനന്ദ കണ്ണീർ നമ്മിലേക്കും വീഴട്ടെ. കുറേ പാപങ്ങളെങ്കിലും കഴുകപ്പെടട്ടെ. അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു എന്ന് പറയുന്നവൻ മുടിയനായ പുത്രനല്ല, മാനസാന്തരപ്പെട്ട പുത്രനാണ്. അവനാകണം ഞാനും നീയും.